ഒരു അടുത്തൊരു തിയറം നോക്കാം. If f from a to r is uniformly continuous on a and xn is a Cauchy sequence in a, then f of xn is Cauchy sequence. അതായത് f എന്ന് പറഞ്ഞൊരു യൂണിഫോംലി കണ്ടിന്യൂസ് ആയ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എക്സ് എന്ന് പറഞ്ഞൊരു കോഷി സീക്വൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമേജിലായിട്ടുള്ള സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ ഒരു കോഷി സീക്വൻസ് ആയിരിക്കുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യം നമുക്ക് ഇന്ന് നോക്കാം എന്താണ് ഒരു കോഷി സീക്വൻസ് എന്നുള്ളതൊന്ന് ഓർത്തെടുക്കാം. എന്താണ് ഒരു കോഷി സീക്വൻസ് എന്ന് വെച്ചാൽ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0യ്ക്കും ഒരു നാച്ചുറൽ നമ്പർ എച്ച് കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് ഫോർ എവരി എൻ എം ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എച്ച് മോഡ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. എന്താണ് പറയുന്നത്? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ എക്സിസ്റ്റൻ എച്ച് ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് ഫോർ എവരി എൻ കോമൺ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എച്ച് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ഇനി നമുക്ക് തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് എഫ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ക്ലിയർലി നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ. ഈ എപ്സിലോണിനെ ഡെൽറ്റ വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് പോകുന്നത്. നമ്മുടെ കോഷി സീക്വൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഡെൽറ്റനെ എപ്സിലോൺ വെച്ച് റീപ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആണ് ഫോർ എവരി എൻ എം ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എച്ച് ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് എന്നുള്ളത് തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? മോഡ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ വിച്ച് ഈസ് ദി ഫോർ എവരി എം ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എച്ച്. നമ്മുടെ എഫ് ഇത് വന്ന് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി അങ്ങനെ വരും. For every epsilon greater than 0, there exists an h belongs to n such that mod f of xn minus f of xm less than epsilon for every nm greater than or equal to h. That is, f of xn is a Cauchy sequence. അതായത് ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. mod f of xn minus f of xm less than epsilon എന്ന് പറയുന്നത് തന്നെയാണ് ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത്. കാരണം മോഡ് എക്സ് മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഓക്കെ, ലെസ് ദാൻ എപ്സിലോൺ ഓർ ലെസ് ദാൻ ഡെൽറ്റ ആണ്. ദെർഫോർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണെന്ന് കിട്ടി. നമ്മളെന്താണ് പറഞ്ഞത്? ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ കോഷി സീക്വൻസിനെ ഒരു കോഷി സീക്വൻസ് ആയിട്ട് തന്നെയാണ് മാറ്റുന്നത്. അപ്പം ഇതൊരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ മാത്രം ആണ് സാറ്റിസ്ഫൈ ചെയ്യുക. വെറും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒരിക്കലും ഒരു കോഷി സീക്വൻസിലേക്ക് ഇമേജ് ആയിട്ട് കൊടുക്കണമെന്നില്ല. ദാറ്റ് ഈസ് അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, പക്ഷെ എന്തെല്ലാം യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. അതിൻ്റെ ഒരു സീക്വൻസ് നമ്മളെടുത്തു. എക്സ് എൻ ഇസ് ഈക്വൽ ടു 1/n n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നെടുത്തു. എക്സ് എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണ്. എഫ് ഓഫ് എക്സിന് എന്ത് വരും? 1/1/n വിച്ച് ഇസ് ഈക്വൽ ടു n എന്ന് വരും. പക്ഷേ n എന്ന് പറയുന്ന സീക്വൻസ് ഒരിക്കലും കോഷി സീക്വൻസ് അല്ല. എഫ് കണ്ടിന്യൂസും എക്സൻ കോഷി ആയതുകൊണ്ട് എഫ് ഓഫ് എക്സൻ കോഷി ആവണമെന്ന് നിർബന്ധമില്ല. എന്ത് കണ്ടീഷൻ ഷുവറായിട്ടും വേണം? എഫ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസും എക്സൻ കോഷി സീക്വൻസും ആണെങ്കിൽ മാത്രമാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആവുന്നത്. അടുത്തത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിയറമാണ്. എപ്പോഴും എസ് ചോദിക്കുന്ന ഒരു തിയറമാണ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം എന്ന് പറയുന്നത്. എ ഫംഗ്ഷൻ എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ദി ഓപ്പൺ ഇൻ്റർവൽ എ ബി if and only if it can be defined at the endpoints a, b such that the extended function is continuous on closed interval ab. A function f is uniformly continuous on open interval ab if and only if it can be defined at the endpoints a, b such that the extended function is continuous on a closed interval ab. ഈ ഒരു തിയറത്തിൽ നമുക്ക് ഉള്ളത് എന്തൊക്കെയാണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എൻ പോയിൻറ്റ്സിൽ എനിക്ക് കണ്ടിന്യൂസ് ആയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് കാണിക്കേണ്ടത്. അതിനാണ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം എന്ന്. അപ്പോൾ ഈ ഒരു തിയറത്തിൽ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരിക. എന്തൊക്കെയായിരിക്കും? 2 കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത്.
എഫ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് ഓപ്പൺ ഇൻ്റർവൽ എ ബി. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഉണ്ട് ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ എന്ന് നമുക്ക് കാണിക്കണം. അത് ഫസ്റ്റ് ഒരു പാർട്ട്. അടുത്തൊരു പാർട്ട് എന്താണ്? എഫിനൊരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഉണ്ട് ക്ലോസ് ഇൻ്റർവൽ എ ബി എങ്കിൽ എഫ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും ഓപ്പൺ ഇൻ്റർവൽ എ ബി. നമുക്ക് ആദ്യം സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കാം. സെക്കൻഡ് പാർട്ട് വളരെ ക്ലിയർ ആണ്, ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. എന്താണ് പറയുന്നത്? എഫ് എന്ന് പറയുന്നത് എഫിന് ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഉണ്ട് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണല്ലോ. ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഒരു എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ എങ്കിൽ അത് ആ ഫംഗ്ഷൻ എന്തായിരിക്കും? യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ ആ പോയിൻറ്റ്സ് മാറ്റിയാലും നമുക്ക് എന്തായിരിക്കും? യൂണിഫോംലി കണ്ടിന്യൂസ് തന്നെ ആയിരിക്കും, മാറ്റമൊന്നും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് എഫിന് ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഉണ്ടെങ്കിൽ എഫ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. ഇനി അടുത്തൊരു പാർട്ട്, ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളൊരു സീക്വൻസ് എക്സ് എൻ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വിത്ത് ലിമിറ്റ് എക്സ് എന്ന് പറയുന്നത് എ ആയിട്ട്. ലിമിറ്റ് എക്സ് എൻ എ ആണ്. എക്സ് എന്നൊരു സീക്വൻസിന് എടുത്താൽ എക്സ് എൻ എന്തായാലും ഒരു കോഷി സീക്വൻസ് ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണ്. എഫ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നോ പറഞ്ഞ ആ ഒരു തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോഷി സീക്വൻസ് ആണെന്ന് പറയാം. എല്ലാ കോഷി സീക്വൻസും കൺവേർജ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എവറി കോഷി സീക്വൻസ് കൺവേർജസ്. അപ്പോൾ എഫ് ഓഫ് എക്സ് കൺവേർജ് ചെയ്യുന്നുണ്ട്. ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ എൽ എന്ന് ഡിഫൈൻ ചെയ്തു. എൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് എക്സ്. എല്ലിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തു? ലെറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു എൽ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. നമ്മുടെ ഫംഗ്ഷൻ എഫിനെ എയിലേക്കും ബിയിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എയിലുള്ള പോയിന്റിന് നമ്മൾ എഫ് ഓഫ് എ ഈക്വൽ ടു എൽ എന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തു. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഫ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏതൊരു സീക്വൻസ് യു എൻ എയിലേക്ക് കൺവേർജ് ചെയ്താലും അതിൻ്റെ എഫ് ഓഫ് യു എന്നും എഫ് ഓഫ് എയിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുക എന്ന് കാണിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഡിഫൈൻ ചെയ്തത് വാലിഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് എന്ത് വേണം? ഏതൊരു സീക്വൻസ് യു എൻ എയിലേക്ക് കൺവേർജ് ചെയ്യാതാലും അതിൻ്റെ എഫ് ഓഫ് യു എൻ എഫ് ഓഫ് എയിലേക്ക് കൺവേർജ് ചെയ്യുന്നത് കാണിക്കണം. അതിന് വേണ്ടി ഒരു സീക്വൻസ് യു എൻ നമ്മൾ എടുക്കുകയാണ് വിച്ച് കൺവേർജസ് ടു എ. നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? യു എൻ പറഞ്ഞൊരു സീക്വൻസ് കൺവേർജസ് ടു എ ആണ്. അപ്പോൾ യു എൻ ഒരു കോഷി സീക്വൻസ് ആയിരിക്കും. എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് യു എൻ എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഇനി കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ലിമിറ്റ് എഫ് ഓഫ് യു എൻ എന്ത് വരും? ലിമിറ്റ് എഫ് ഓഫ് യു എൻ നമുക്ക് എങ്ങനെ ഒന്ന് ലിമിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചിട്ട് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്തും ചെയ്തിട്ട് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ പ്ലസ് ലിമിറ്റ് എഫ് ഓഫ് യു എൻ. ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ ലിമിറ്റ് എഫ് എക്സ് എൻ എത്രയാണ്? എല്ലാണ്. therefore ലിമിറ്റ് എഫ് ഓഫ് യു എൻ ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എൽ എന്ന് എഴുതി. നമുക്ക് തന്നിട്ടുണ്ട് എഫ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. therefore ലിമിറ്റ് എക്സ് എൻ മൈനസ് യു എൻ ഈക്വൽ ടു 0 ആണ്. therefore ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം മോഡ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് യു എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ലിമിറ്റ് എഫ് ഓഫ് യു എന്നിൻ്റെ ആ ഒരു പൊസിഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എന്ത് വരും? ലിമിറ്റ് എഫ് ഓഫ് യു എൻ ഈക്വൽ ടു 0 പ്ലസ് എൽ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ. ദാറ്റ് മീൻസ് എനിക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് യു എൻ എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് ഞാൻ എടുത്തു കൺവേർജസ് ടു എ. അപ്പോൾ അതിൻ്റെ എഫ് ഓഫ് യു എന്നും എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി? എഫ് ഓഫ് എയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ദെൻ ബൈ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ കണ്ടിന്യൂറ്റി എഫ് എന്താണ്? കണ്ടിന്യൂസ് ആണ് അറ്റ് എ പോയിൻറ്റ് എ. ഇപ്പം നമ്മൾ
എഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു, യൂണിഫോംലി കണ്ടിന്യൂസ് ആയ ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ആ ഫംഗ്ഷനെ എഫ് ഓഫ് എയിൽ, എ എന്ന് പറഞ്ഞ പോയിന്റ് എഫ് ഓഫ് എ ഈക്വൽ ടു എൽ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ പോയിന്റിലും എഫ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ദെർഫോർ എനിക്ക് എന്ത് പറയാം, വി എക്സ്റ്റെൻഡ് എഫ് ടു എ ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ കോമ ഓപ്പൺ ഇൻ്റർവെൽ ബി. അവിടെ എഫ് എന്താണ്, കണ്ടിന്യൂസ് ആണ്. Therefore f is extended to half closed or half open interval, closed a comma open b ഇൻ്റർവെല്ലായിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, എഫിനെ ഈ ഒരു രീതിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഈ സിമിലർ വേ നമുക്ക് എവിടെയും ചെയ്യാം, ബി എന്ന പോയിന്റിലും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. Therefore we can find extended function on closed interval a b which is continuous. നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്തത്. എ എന്ന പോയിന്റ് ഡിഫൈൻ ചെയ്ത മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഇനി ബി എന്ന പോയിന്റിൽ നമ്മൾ എഫ് ഓഫ് ബി ഡിഫൈൻ ചെയ്യും. ദെർഫോർ നമുക്ക് എന്ത് കിട്ടും, പ്രൂഫ് കിട്ടും, ക്ലിയറായി. നമുക്ക് ജസ്റ്റ് സിമിലർലി എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മളിത് നോക്കിയതാണ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം എന്ന് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എങ്കിൽ അതിൻ്റെ എൻ പോയിൻറ്റ്സ് എ കോമ ബിയിലും ആ ഫംഗ്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും കൃത്യമായിട്ട് നോക്കി പഠിച്ചോളൂ. സാധാരണ രീതിയിൽ എക്സ് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു.